ചില വഴികൾ സഞ്ചരിക്കാൻ വേണ്ടി മാത്രമായുള്ളവയല്ല, അത് നിങ്ങളെ പരീക്ഷിക്കാൻ കൂടിയുള്ളതാണ്. മാപ്പുകളും സിഗ്നലുകളും ഒന്നുമില്ലാത്ത ഒരു ലോകം. പച്ചപ്പാർന്ന മലനിരകളും നീല നിറത്തിൽ ഒഴുകുന്ന നദികളും എല്ലാം കൂടെ ചേർന്ന് പ്രകൃതി ഒരുക്കിയ ഒരു സ്വർഗം പോലത്തെ സ്ഥലം. ഇവിടെ ഓരോ കിലോമീറ്റർ കഴിയുന്തോറും നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു പോകും, ഇനിയും ഇതുപോലുള്ള എത്ര കിലോമീറ്ററുകൾ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. കേരളത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ബൈക്ക് കൊടുത്ത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലേക്കുള്ളൊരു യാത്ര. ഇതൊരു ലക്ഷ്യത്തിലേക്ക് മാത്രമുള്ള യാത്രയല്ല, സ്വാതന്ത്ര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും കൂടി യാത്രയാണ്. അനീനി, ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് I have ever seen. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിതാ അനീനിയിലുള്ള നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നലെ സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ അനീനി ഹട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചിഗു വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അനീനിൽ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല, കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ളതൊക്കെ അടിപൊളി ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ചിഗു വാലിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു തടസ്സം വന്നിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ മോഹൻലാൽ സിനിമയിൽ പറഞ്ഞ പോലെ ചോദിച്ച് പോകാമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ ആരോടെങ്കിലൊക്കെ ചോദിച്ച് വേണം കേട്ടോ പോകാനായിട്ട്. പിന്നെ നമ്മൾ ചിഗു വാലിയിൽ കുറച്ച് അങ്ങോട്ട് പോകുന്ന വഴിയും പിന്നെ അവിടെ ചെന്നതിന് ശേഷം അതെന്താണ് അവിടെ ഉള്ളത് കാണാനൊക്കെ ഉള്ളതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് മെച്ചുക്കയാണ്. മെച്ചുക്ക ഇതുപോലെ തന്നെ വളരെ യുണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ് ഇവിടെ വരുന്നതെന്നാണ് പറയുന്നത്. ബട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്, കൂടുതലും വുഡിലാണ്. പ്ലസ് മെച്ചുക്കയിൽ നമ്മൾ വളരെ കളർഫുൾ ആണെങ്കിൽ ഇവിടെ എല്ലാം ഒരു യുണീക്കായിട്ടുള്ള കളറിൽ ചെയ്തിരിക്കുന്ന വീടുകളും കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ വഴികളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. വഴികളൊക്കെ ഇങ്ങനെ കിടക്കുവാണ്, നമുക്ക് എതിരെ വേണമെങ്കിൽ കയറി പോകാം, ആ രീതിയിലാണ്. ഇപ്പം നമ്മുടെ ആക്ച്വലി ടൂറിസ്റ്റുകളൊന്നും വരുന്ന സമയമല്ല, അതുകൊണ്ട് തന്നെ റോഡും കാര്യങ്ങളും അത്ര റഷും കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് വളരെ ഹാപ്പി സന്തോഷമായിട്ട് വളരെ സ്മൂത്തായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ പറ്റും കേട്ടോ. എൻ്റെ അമ്മോ, സോ നൈസ് മാൻ. ഓ, ഇവിടെ എല്ലാം വീതി കുറഞ്ഞ വഴികളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആക്ച്വലി നമ്മൾ കുറച്ച് അലേർട്ടായിട്ട് വേണം പോകാനായിട്ട്. കാരണം ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ആവും. പിന്നെയെന്ന് വെച്ചാൽ വളവും തിരിവാണ്, നമുക്കിവിടെ വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയാനും പറ്റില്ല. പക്ഷെ മുന്നോട്ട് നോക്കിയേ, മൗണ്ടൻസ് നോക്കിയേ. ഓ ഇത് ആക്ച്വലി മെച്ചക്കായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഞാൻ സിമിലർ എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു മൗണ്ടൻ റേഞ്ച് തന്നെ ഡിഫറെൻ്റ് ആണ്. അവിടെ വരുന്നത് നമ്മൾ കാണുന്നത് യുണീക്കായിട്ടുള്ള ഗ്രീൻ മൗണ്ടൻസ് ആണ്. ഇവിടെ കുറച്ചുകൂടി ഡിഫറെൻറ്റ് ഗ്രീനറീസ് വരുന്ന മൗണ്ടൻസും കാര്യങ്ങളാട്ടോ കാണുന്നത്. ഓ ഫുൾ ഗ്രീൻ. റോഡ് അടിപൊളി കേട്ടോ. ഓ, ഇതിനെപ്പറ്റിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വണ്ടിക്കാരും ഓണടിക്കത്തില്ല, അതുപോലെ തന്നെ അവന്മാരെല്ലാ സൈഡും ചേർത്ത് വരികയും ചെയ്യും. നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്. സോ ഓൾവേസ് ബി കെയർഫുൾ. ഇങ്ങനെ പൂക്കളാണ് കേട്ടോ. ഓ മാൻ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഇതുവരെ എന്തുകൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് നിങ്ങൾ ഈവൻ അവിടെ ഒരു ചെറിയ ചെടി നിൽക്കുകയാണെങ്കിൽ പോലും അതുവരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇവിടെ ഇതുണ്ടോ, ഈ ബാംബൂ ട്രീസ് ഇങ്ങനെ നിൽക്കുന്നു, ചോള കൃഷി, ഇൻ ബിറ്റ്വീൻ ഇങ്ങനത്തെ പിങ്ക് പൂക്കൾ. പിന്നെ അത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് വലിയൊരു മൗണ്ടൻ, ലെഫ്റ്റ് സൈഡ് നോക്കിയാലും വലിയൊരു മൗണ്ടൻ. സോ ഗായ്സ്, എനിക്കിത് വർണ്ണിക്കാനൊന്നും അറിഞ്ഞൂടാ, പക്ഷേ ഈ റോഡുണ്ടല്ലോ, അയ്യോ എന്ത് രസമാണ്. നമ്മളിങ്ങനെ ചുമ്മാ ഇതിലെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയാൽ തന്നെ ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ ഭയങ്കര റിലാക്സ് ഫീൽ ചെയ്യും നമുക്ക്. ഇങ്ങനെയുള്ള മോട്ടോർ സൈക്കിൾ റൈഡിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓക്കെ ചിലപ്പോൾ ബ്യൂട്ടിഫുൾ ആയിരിക്കാം, അല്ലാതിരിക്കാം, ബട്ട് അങ്ങോട്ടുള്ള വഴിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു വഴി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്മൾ ചെല്ലുന്ന ഡെസ്റ്റിനേഷൻ ഇനി മോശമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ട്രിപ്പ് ഒരിക്കലും ഒരു പാടായിട്ട് ഫീൽ ചെയ്യത്തില്ല കേട്ടോ.
നമ്മൾ ചുങ്ങുവാലി കാണാനായിട്ട് പോയായിരുന്നു. പെട്ടെന്നാണ് ബോർഡിലൊരു വാട്ടർഫാൾ കണ്ടത്. അന്നേരം പിന്നെ അങ്ങോട്ട് പോയേക്കാന്ന് മനസ്സ് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് എടുത്തേക്കാണ് കേട്ടോ. സോളോ റൈഡിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് മനസ്സ് തോന്നും, എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോയേക്കാന്ന് തോന്നും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ. ഗ്രൂപ്പ് റൈഡ് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊന്നും നടക്കില്ല. എന്ന് വെച്ചാൽ അത് പാടാന്നല്ല ഞാൻ പറയുന്നത്. രണ്ട് രീതിയാണ് കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ചിരിക്കും. കുറച്ച് നേരത്തിന് ശേഷം മോശം കുറച്ച് റോഡുകളൊക്കെ വന്നിരിക്കുകയാണ്. വാട്ടർഫാൾ അപ്പുറേന്ന് വരുന്നതായിട്ടാണ് കണ്ടത്. ഇവിടോട് ചോദിച്ചോക്കാം. भैया इधर वाटरफॉल उधर कितना दूर है? आसपास है ना? ओके, थैंक यू. എനിക്കറിയില്ല, പുള്ളി ഇവിടെ എന്തോ പണിക്ക് വന്നേക്കുന്ന ആളാണ്. ആസ്പാസ് എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഒരു ഇതിൽ വഴിയെല്ലാം കാണാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട കൊതുക് പോലത്തെ ഒരു സാധനമുണ്ട്. അത് കടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, കൊതുക് പോലെയല്ല, ചൊറിഞ്ഞ് നമ്മുടെ കാല് പരിപ്പാവും കേട്ടോ. മുന്നിൽ നമുക്കൊരു ചെറിയ ഓഫ് റോഡാണോ ഗൈസ് കാണുന്നത്? ഇറ്റ്സ് ഓക്കെ, ഓഫ് റോഡല്ല നമുക്ക് വേണ്ടത്. പുല്ല് കയറ്റം കയറി പോവാണ്. നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് അങ്ങ് അകലെയായിട്ടാണ് കേട്ടോ വാട്ടർഫാൾ കണ്ടത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ കുറച്ച് സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഇന്ന് എൻ്റെ ഹൈഡ്രേഷൻ ബാഗ് എടുത്തിട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് ദാഹിച്ചാൽ ചിലപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ നോക്കി എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. കിടിലൊരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആംബിയൻസ് കേട്ടോ, ഒന്നും പറയാനില്ല. ഈച്ചെല്ലാം കൂടെ കടിച്ചിട്ട് എനിക്ക് ഞാൻ അവസാനം W40 എടുത്ത് കാലടിക്കേണ്ട അവസ്ഥ എത്തി. അതാണ് അവസ്ഥ. Wow, man. Ew. These roads are crazy, man. ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ
ഇവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്ന പോലത്തെ സ്ഥലത്തെത്തി കേട്ടോ. പക്ഷേ നമ്മുടെ ബ്ലൂ കളറിലുള്ള റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ റിവർ സൈഡിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ നല്ലൊരു വഴി കാണുവാണെങ്കിൽ അതിൽ അങ്ങോട്ട് ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. റിവർ ഐ തിങ്ക് ഇവിടെ എന്തോ പാർക്ക് പോലെ വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇത് മറ്റേ ബഞ്ചി ജമ്പിൻ്റെ സംഭവം, ഊഞ്ഞാൽ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്കൊന്ന് ഇവിടെ എന്തോ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കൺസ്ട്രക്ഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതൊരു വലിയ പാർക്കൊക്കെ ആയി മാറുമ്പോൾ നമുക്ക് പറയാം ഇതൊക്കെ പാർക്കാകുന്നതിന് മുന്നേ അതേ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഇതിലേ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഈ പാർക്കിൻ്റെ പേരും കാര്യങ്ങളും എന്താണെന്ന് അങ്ങനെ ലിസ്റ്റൊന്നും ചെയ്തിട്ടില്ല. ബട്ട് എന്തായാലും ഇതൊരു പാർക്ക് വരാൻ പോവുകയാണ്. സ്ഥലമൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഡെവലപ്പ് ആവും കേട്ടോ. അങ്ങോട്ട് നമ്മുടെ പുഴയുടെ കരയിലേക്ക് ഒരു വഴി കാണുന്നുണ്ട്. നമുക്കത് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു ഫ്രീ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതായത് കാണുന്ന വഴി കൂടെയൊക്കെ ഇറങ്ങി പോയി എന്തൊക്കെയാണ് അവിടെ ഉള്ളത് അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു വഴി കാണുന്നത്. ഈ റൈഡിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നേപ്പാളി ബ്രോ രാവിലെ എഴുന്നേറ്റ് വേറെ എങ്ങോട്ടോ പോയി. അപ്പം ഞാനൊരു മടിയനായതുകൊണ്ട് എഴുന്നേക്കാൻ ലേറ്റ് ആയതുകൊണ്ട്. ഇതവർ താമസിക്കുന്ന സ്ഥലം എന്താണ് കേട്ടോ, പണിക്കാർ. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ റിവറിൻ്റെ കരവരെ എത്താം. റിവറിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ കൊതുക് പോലത്തെ സാധനം ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ. എൻ്റെ ചുറ്റും കൊതുകിൻ്റെ അഭിഷേകം കേട്ടോ. അതായത് കൊതുക് എന്തൊരു കൊതുകാന്ന് നോക്കി. നിൽക്കാൻ പോലും പറ്റില്ല കേട്ടോ. അതുപോലെ കൊതുക് നമ്മളെ കടിച്ച് കൊന്ന് കൊല വിളിക്കും കേട്ടോ. ഇവിടെ കുറേ സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹട്ട് എ ഫ്രെയിമൊക്കെയാണ് കാണുന്നത്. ഇതാണോ ആവോ വാട്ടർഫാള്? നമ്മൾ ഏതോ ഒരു ചെറിയ വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ വരെ ഉള്ളോ വഴി? മൈ ഗ്ലൗസ് വണ്ടിയിൽ നിന്നുകൊണ്ട് ഇതെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അമ്മേ എടുത്ത് മൈ സ്കോട്ട് ഗ്ലൗസ് പോയായിരുന്നു ഓൺ ദ വേ. ബാക്കി ഇതിന് കിട്ടി. നിർത്തമില്ലട്ടോ. കൊതുക് കളിയാണ്. കൊതുകല്ല, ഒരു വൃത്തിയുടെ ജീവിയാണ്. കൊതുകാണ്. പിന്നെ അത് കടിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കാം. ഇത് വേറൊരു ഈച്ചയാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് നമ്മുടെ കാലിൽ ചൊറി പിടിച്ച പോലെ ആയിരിക്കും. എസ്പെഷ്യലി എൻ്റെ പീക്കി ബ്ലൈൻഡറിൻ്റെ ടാറ്റ് മുഴുവൻ കടിച്ച് പൊണ്ടാൻ തുടങ്ങി. ഞാൻ വലിയൊരു അബദ്ധമാണ് കാണിച്ചത് ഷോർട്സ് ഇട്ടുകൊണ്ട് വന്നത്. മാൻ, ഇനി ഒരിക്കലും ഷോർട്സ് ഇടത്തില്ല. ഇനി ഇട്ടാൽ തന്നെ അതിൻ്റെ അകത്ത് പുറമേ എന്തെങ്കിലും കാലിട്ടിട്ട് മാത്രമേ ഷോർട്സ് ഇടുള്ളൂ. അല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. കൊല വിളിക്കും നിങ്ങളെ. സോ അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ലെറ്റ്സ് ഗോ. Odd miles from a plan. Is it too late to learn to listen? ഫൈനലി നമ്മളൊരു റിവറിൻ്റെ തൊട്ടടുത്തെത്തിരിക്കുകയാണ് കേട്ടോ. ബ്ലൂ കളർ കേട്ടോ. ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറിലാണ് ഇവിടുത്തെ റിവറും കാര്യങ്ങളൊക്കെ ഒഴുകുന്നത്. സോ വിൽ ടേക്ക് സം റെസ്റ്റ്. Yesterday's
between us now. How many yesterdays are between us now? നമ്മുടെ ചിങ്കു ക്യാമ്പിലേക്കുള്ള വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു പുതിയ ബ്രിഡ്ജ് ഇവിടെയും ഒരു പഴയ ബ്രിഡ്ജ് അവിടെയും കാണാം കേട്ടോ. അങ്ങോട്ട് എത്തുന്നവരെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമില്ല എന്നുള്ളത് അറിയില്ല. ഞാനാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ എടുക്കാത്തതുകൊണ്ട് ആകപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ബാംബൂസിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ. എനിക്ക് ഫുൾ ബാംബൂസാണ്. ഭയങ്കര നാരോ വഴിയാണ് കേട്ടോ. വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ സീനാണ്. അതുകൊണ്ട് ബി വെരി 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 കെയർഫുൾ. മഴ തുമ്പരെ കൊണ്ട് ഫുൾ റോഡിൻ്റെ സ്പേസ് എടുത്തിട്ടാണ് ഈ ലോറിക്കാരൊക്കെ വരികയും ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ സൈഡിൽ നിന്ന് യാതൊരുവിധ ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട. ഒരു കഫേ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അത് പൂട്ടിപ്പോയി. ഹലോ, ഹലോ, ഇതുപോലുള്ള കാഴ്ചകളാണ് കേട്ടോ. അതായത് രണ്ട് സൈഡിലും പച്ചപ്പ്, ഫ്രണ്ടിൽ വലിയ ഭീകരമായ മലകൾ. ശരിക്കും ഇതൊരു റൈഡറെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫീലാണ് കേട്ടോ. ലൈക്ക് ഇങ്ങനെ നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എ വാലി എന്നൊരു ബോർഡ് കാണുന്നുണ്ട്. എന്താണ് അവിടെയെന്ന് അറിയില്ല. മേ ബി ഒരു എ പോലത്തെ ഒരു വാലി നമുക്ക് കാണാൻ പറ്റുമായിരിക്കാം. അപ്പോൾ അങ്ങോട്ട് ഏകദേശം ഒരു 4 കിലോമീറ്റർ കൂടെയാണ് റോഡ് മാപ്പിൽ കാണിക്കുന്നത്. നമുക്ക് മാപ്പില്ല കേട്ടോ, നമ്മുടെ സൈഡിലുള്ള കല്ലിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തുള്ളൊരു കടയിലിരുന്ന് കുറച്ച് ഒരു വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഒന്ന് എനർജിയും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ നമ്മൾ വീണ്ടും എനർജി വെച്ചിരിക്കുകയാണ് ഗൈസ്. Hey there, what you drinking? 2 shots, let's pour it up. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we വാലിയിലേക്ക് പോണ വഴി നോക്കിയാൽ ഒരു രക്ഷയില്ല കേട്ടോ. ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഫുള്ള് പൂക്കളാണ് കേട്ടോ. ഇവിടെ നോക്കിയൊക്കെ കാണാൻ പറ്റും. സൈഡ് മുഴുവൻ ഇങ്ങനെ പൂക്കളോട് പൂക്കൾ വീണ് കിടക്കണം കേട്ടോ. അപ്പോൾ വേറെ ലെവൽ ഫീലാണ് കേട്ടോ. എൻ്റെ അമ്മ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഇതാണ് ഏവാലി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതിനും അവിടെ എത്തുന്നതിനും മുന്നേ തന്നെ ഈ ഒരു വഴി തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. വണ്ടി പോയി തന്നെ മോട്ടോർ സൈക്കിളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും പോകാനുണ്ട്. ലെറ്റ്സ് ഗോ. This is the time of your life. Remember, you don't get it twice. The time of your life. Don't look at the past, no, we're not going that way. Oh, now make it last to the break of day. Guys, can you believe is this India? Look at that.
ആക്ച്വലി ഇത് ചൈനയുടെ ക്ലോസ് ആയിട്ടുള്ള സ്ഥലമാണ്. ചൈനയെ കാണുന്ന മൗണ്ടൻസിൻ്റെ ഒരു ഭാഗമായിരിക്കും അവർ പക്ഷേ ആ കാണുന്നത് കേട്ടോ. എൻ്റെ അമ്മോ, അത്രയധികം ബ്യൂട്ടിഫുൾ കേട്ടോ, ഒന്നും പറയാനില്ല. ഞാനിങ്ങോട്ട് വരാതിരുന്നായിരുന്നെങ്കിൽ ഭയങ്കര വലിയ മിസ്സിങ് ആയി പോയാനെ. സെയിം വേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ട്രാവൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഭംഗിയില്ലേ, അതെല്ലാം നിങ്ങൾ മിസ് ചെയ്യും. നമുക്കിനി എത്ര കാലം ഇങ്ങനെ ബ്യൂട്ടിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ട്രാഫിക് ഒന്നും ഇല്ലാതെ ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബട്ട് ഐ ആം സോ ലക്കി, ഈവൻ ഇഫ് ഐ ലേറ്റ് ബട്ട് സ്റ്റിൽ ഐ എം ലക്കി. എനിക്കിതാ ഇത് നോക്ക്, ഈ വഴി കൂടെ ആരുമില്ല, നമ്മൾ മാത്രം. ഫ്രണ്ടിൽ ബിഗ് ആയിട്ടുള്ള മൗണ്ടൻസും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പുറം ഒരു മേഘത്തിലും മൂടി നിൽക്കുന്ന ഒരു മല വരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ദിസ് ഫീലിംഗ് നമുക്ക് ഒരിക്കലും മറ്റൊന്നും കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതാണ് ട്രാവൽ എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത. Man, let's take your bike and go. This is the time of your life. Remember, you don't get it twice. The time of your life. Remember, you don't get it twice. The time of your life. ചിങ്കുവാലിലേക്ക് എത്താനായിട്ട് ഇനി 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് കേട്ടോ. സോ അവിടുന്ന് നമുക്ക് അങ്ങോട്ട് ഇവൻ DSLR പോലും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ചെക്ക് പോയിന്റിൽ നിന്ന് പറഞ്ഞത്. ഡ്രോൺ, DSLR അങ്ങനത്തെ ക്യാമറകളൊന്നും ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ ക്യാമറകളിലേക്ക് GoPro കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ വേറെ ഒന്നും പറ്റില്ല എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് എല്ലാം ഈ കാണുന്ന നമ്മുടെ മൊബൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വാട്ടർഫാൾ നമുക്ക് ചെറുതായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ എത്തുന്നതിന് ഒരു സ്ലൈറ്റായിട്ട് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴയോടൊപ്പം തന്നെ അത്യാവശ്യം ചെറിയ തണുപ്പും കാര്യങ്ങളൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സാധനമാണ് ഇന്ന് ഇട്ടേക്കുന്നത്. ഇവിടെ കുറച്ച് താഴെ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ പക്ഷേ എൻ്റെ കയ്യിലൊരു ജാക്കറ്റ് ഉണ്ട്. ഇപ്പം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അതെടുത്ത് ഇടേണ്ടി വരും കേട്ടോ. എന്തായാലും നമ്മുടെ ആ ഒരു ബ്യൂട്ടിഫുൾ വാട്ടർഫാളിൻ്റെ അടുത്തേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ആ വാട്ടർഫാളിൻ്റെ താഴെ നമുക്ക് പോയി കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലെറ്റ്സ് ഗോ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വാട്ടർഫാൾ കാണാൻ പറ്റും. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തുനിന്ന് വരുന്ന പോലെ ഒരു വേറൊരു വാട്ടർഫാൾ കാണാൻ പറ്റും. ഇതൊന്നും എനിക്കൊന്നും ആരെ കൊണ്ടും വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ എൻ്റെ അമ്മോ, ഞാൻ എത്രയാ പോകുന്നത് പോലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയധികം ബ്യൂട്ടിഫുൾ. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ചിക്കു എക്കോ ക്യാമ്പ് എന്ന് പറയുന്നത്. आगे नहीं, आई थिंक अराउंड 20 किलोमीटर के बाद यू कैन गेट आगे में. हाँ या 20 किलोमीटर में बाद केरला. Oh my god. Yeah, no, that Instagram में Long way to come. yeah how to park. Can I shoot a video with your wife? Sure, definitely. I just need to park 1 second. അങ്ങനെ നമ്മൾ രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ തുടങ്ങി ഈ ഒരു യാത്ര കാടുകളും വാട്ടർഫാളും കൊതുകുകടിയും എല്ലാം കഴിഞ്ഞ് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഇതാണ് ചിക്കുവാലി എന്ന് പറഞ്ഞ സ്ഥലം. സറൗണ്ടഡ് ബൈ മൗണ്ടൻസ് ആൻഡ് വാട്ടർഫാൾ എന്ന് പറയാം. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് ഏതൊരു മനുഷ്യനും ഫീൽ ചെയ്യും കേട്ടോ. സോ നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്തിനോട് ഇവിടെ പോകാൻ പോവാണ്. ഇതൊരിക്കലും ഒരു ഡെസ്റ്റിനേഷൻ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല, ബട്ട് ഇതൊരു അനുഭവം തന്നെയാണ്. ചില സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല, അങ്ങോട്ട് എത്തുന്ന വഴികളും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഈ ഒരു യാത്രയിൽ ഞാൻ കണ്ടത് കാഴ്ചകൾ മാത്രമല്ല, എൻ്റെ ഭയം, എൻ്റെ ശക്തി, എൻ്റെ സ്വാതന്ത്ര്യം. അതാണ് യാത്രയുടെ യഥാർത്ഥ സന്തോഷം. യാത്ര അതൊരു ഫീലാണ്. ഇപ്പോൾ ഏകദേശം 5:11 ആവുന്നുള്ളൂ. അന്നേരം തന്നെ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം പോയിട്ടോ.
അപ്പോൾ നമ്മൾ ഇന്നത്തെ റൈഡും കാര്യങ്ങളും എൻഡ് ചെയ്ത് നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനീനി നമ്മൾ കുറച്ച് ദിവസം എടുത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൂരം ട്രാവൽ ചെയ്തതിന് ശേഷമാണ്. ഇവിടെയൊക്കെ ഒന്ന് കണ്ട് പെട്ടെന്ന് തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നീട് നമ്മൾ വീട്ടിൽ ചെന്നിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സമയം അവിടെ നിൽക്കായിരുന്നു, കുറച്ചുകൂടെ ദിവസം അവിടെ നിൽക്കായിരുന്നു എന്നൊക്കെയുള്ള കുറച്ച് റിഗ്രറ്റ് തോട്ട്സ് അടിക്കും. സോ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം സ്ലോ ആയിട്ട് എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്ത് മാക്സിമം കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അടുത്ത ദിവസം നമ്മൾ അനീനിയിലുള്ള പുതിയ ഏതെങ്കിലും സ്ഥലമായിരിക്കും ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് എൻഡ് ചെയ്യാണ് കേട്ടോ. ഹലോ 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 അവിടെ ഒരു കട്ടൂത്ത് പാൽ കൊടുക്കണേണ് കേട്ടോ, എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട. Hile la palo, como ria hile la palo, lollipop lagelu. La haria lutai raja mixing.